ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എളുപ്പത്തിൽ 4 മണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു ടീസ്പൂണൊക്കെ മതിയാവും. ഇനി ഓയിലൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമ്മളിതിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ചെറിയൊരു സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരുപാട് വലിയ സവോളയുടെ ഒന്നും ആവശ്യമില്ല. വലിയ സവോളയാണെന്നുണ്ടെങ്കിൽ പകുതി മാത്രം മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സവോളയൊന്ന് വാടി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ സവോളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ക്യാരറ്റൊക്കെ ഒന്ന് പച്ചമണം മാറി വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു പുഴുങ്ങിയ മുട്ടയും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട പുഴുങ്ങിയതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തു. എന്നിട്ട് നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ സ്റ്റൗ ഏറ്റവും ലോ ആക്കി വെച്ചാൽ മതിയാവും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആ ക്യാരറ്റും സവോളയും മാത്രം ഒന്ന് വാടി വന്നാൽ മതിയാവും. ബാക്കിയെല്ലാം കുക്കായതാണ്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പൊടികൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ചൂടുകൊണ്ട് തന്നെ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ അത്രയും മതിയാവും. പിന്നെ നമ്മൾ ഫ്ലെയിം കൂട്ടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഒരല്പം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് കുഴച്ചെടുത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് വീണ്ടും കുഴച്ചെടുത്തപ്പോൾ ഞാൻ ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാവ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു പാകത്തിന് വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമ്മുടെ മൈദയുടെ മിക്സ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ബ്രെഡിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെയും സൈഡൊക്കെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ച് വയ്ക്കാം. അപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തു. ഇനി ഇതിനുള്ളിലേക്ക് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ബ്രെഡിനുള്ളിലേക്ക് നിറച്ചും തന്നെ നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ബ്രെഡിനുള്ളിലേക്ക് നിറയെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റൊരു ബ്രെഡ് അതിന് മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ആ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് തന്നെ വെച്ചിട്ട് ബാക്കിയുള്ള ബ്രെഡ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബ്രെഡിലും നമ്മൾ ഇതുപോലെ തന്നെ ഫില്ലിംഗ് ഒക്കെ ഒന്ന് വെച്ച് റെഡിയാക്കി എടുക്കണം. പിന്നെ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മൈദാമാവിൻ്റെ മിക്സിലേക്ക് ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കുക. മൈദാമാവിൽ നമ്മൾ ഒരുപാട് ടൈം വെച്ചുകൊണ്ടിരിക്കരുത്. മൈദാമാവിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കുക. മറ്റേ സൈഡ് മൈദാമാവിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് നമ്മളിത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് ക്രംസിലേക്ക് ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലേക്കും ബ്രെഡ് ക്രംസ് നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടണം. പിന്നെ ഇത് നമ്മൾ മൈദാമാവിൽ മുക്കുന്നതിന് മുമ്പേ തന്നെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിലൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വയ്ക്കണം. ഇപ്പോൾ നമ്മളിത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്. എന്നിട്ടിത് തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ആദ്യമത്തേത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരെണ്ണം നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം മാത്രം അടുത്തത് മൈദാമാവിൽ കോട്ട് ചെയ്തെടുക്കാവുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്